ഇടിമിന്നലുകളുടെ ദേവനായ തോറ് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ലോകിയോടും രണ്ട് സേവകരോടും ഒപ്പം കൂടി ഭീമന്മാരായ രാക്ഷസന്മാരുടെ നാട്ടിലേക്ക് നടത്തിയ യാത്രയുടെ പുരാണമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. തോറ് തന്റെ ആയുധമായ മ്യോൾനീർ എന്ന് പറയുന്ന ചുറ്റികയുമായി ഇത്തരത്തിലൊരു യാത്ര നടത്തിയത് അദ്ദേഹത്തിന്റെ നാടായ ദൈവങ്ങളുടെ നാടായ അസ്ഗാർഡിനെ കുറിച്ച് എപ്പോഴും ഈ ഭീമന്മാരായ രാക്ഷസന്മാരുടെ നാട്ടുകാർ പരിഹസിച്ചു കൊണ്ടിരുന്നുകൊണ്ടാണ്. കാടുകളും മലകളും പർവ്വതങ്ങളും ഒക്കെ കടന്ന് ഇവര് ഈ ഭീമന്മാരുടെ നാട്ടിലേക്ക് എത്തി. അവരുടെ രാജാവായ ഉത്കാട ലോകി ഇവരെ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഇരുത്തുകയും അവിടെ നടത്തുന്ന ബുദ്ധിയുടെയും ശക്തിയുടെയും വൈദഗ്ധ്യത്തിന്റെയും മത്സരങ്ങളിൽ വിജയിച്ചാൽ മാത്രമേ അവർക്ക് അവിടെ തുടരാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തു. ആദ്യത്തെ വെല്ലുവിളി തോറിന്റെ സുഹൃത്തായ ലോകി ഏറ്റെടുക്കുകയും തനിക്ക് വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കാൻ കഴിയുമെന്ന് പറയുകയും ഈ ഭീമന്മാരുടെ നാട്ടിലെ വലിയൊരു ഭീമനായ ലോകി എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഭക്ഷണം കഴിക്കൽ മത്സരത്തിൽ ലോകി ഏർപ്പെടുകയും ചെയ്തു. ലോകി വളരെ വേഗത്തിൽ മാംസാഹാരമൊക്കെ വാരി വിഴുങ്ങിയെങ്കിലും ലോകിയാണ് മത്സരം ജയിച്ചത്. കാര്യം അദ്ദേഹം മാംസം കഴിക്കുന്നതിനോടൊപ്പം അതിന്റെ എല്ലും അത് വെച്ചിരുന്ന മേശ തടികൾ എല്ലാം ഉൾപ്പെടെയാണ് ലോകി ഭക്ഷണം കഴിച്ച് തീർത്തത്. നമ്മുടെ തോറിന്റെ സുഹൃത്ത് ലോകി പരാജയപ്പെടുകയും ചെയ്തു. യഥാർത്ഥത്തില് ലോകി എന്ന് പറയുന്ന ഭീമൻകാരനായ ആ രാക്ഷസൻ അഗ്നിയുടെ രൂപമായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്തതായി തോറിന്റെ സേവകനായ ടജാൽഫിയാണ് മത്സരത്തിനിറങ്ങിയത്. ഭീമാകാരന്റെ നാട്ടിലെ ഹ്യൂഗി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഓട്ട മത്സരത്തിൽ ടജാൽഫി മത്സരിച്ചുവെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തോറ്റുപോയി. യഥാർത്ഥത്തിൽ ഹ്യൂഗി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളുടെ ആ മനുഷ്യരൂപമായിരുന്നു ഹ്യൂഗി എന്ന് പറയുന്നത്. ചിന്തകളെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ ഒരാൾക്കും കഴിയാത്തത് കൊണ്ടാണ് ടജാൽഫി ഓട്ട മത്സരത്തിൽ പരാജയപ്പെട്ടു പോയത്. അത് കഴിഞ്ഞ് തോറ് അവിടെയുള്ള ഒരു വലിയ പാത്രത്തിലിരുന്ന മദ്യം കുടിച്ചു വറ്റിക്കുവാനുള്ള മത്സരത്തിൽ പങ്കെടുത്തു. 3 പ്രാവശ്യം തോർ ഇതിനെ കുടിച്ചു വറ്റിച്ചുവെങ്കിലും വീണ്ടും അതുപോലെ പാത്രത്തിലേക്ക് മദ്യം വന്ന് നിറയുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ പാത്രവും സമുദ്രവുമായി ബന്ധപ്പെടുത്തിയിരുന്നത് കൊണ്ട് ഈ സമുദ്രത്തിലെ വെള്ളമാണ് തോറ് 3 പ്രാവശ്യം കുടിച്ച് വറ്റിക്കാൻ ശ്രമിച്ചത്. അതോടുകൂടി അവിടെ വലിയൊരു വേലിയേറ്റം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. പിന്നെ തോറ് അവിടെയുള്ള ഒരു ചാര നിറത്തിലുള്ള പൂച്ചയെ ഉയർത്താൻ ശ്രമിച്ച് പരാജയപ്പെടുകയും യഥാർത്ഥത്തിൽ ആ പൂച്ച എന്ന് പറയുന്നത് ആ രാജ്യത്തിലെ ഏറ്റവും വലിയ സർപ്പമായ ജോർമുൻഗാർഡൻ ആയിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതെല്ലാം തന്നെ ഈ ഭീമാകരായ മനുഷ്യരുടെ പരീക്ഷണങ്ങളാണെന്ന് ഒടുവിൽ അവരുടെ രാജാവ് തന്നെ സമ്മതിക്കുകയും അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും കൊട്ടാരവും ആ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്നുള്ളതാണ് ഈ തോറിന്റെ യാത്രയുടെ കഥ.